വലിയ രീതിയിൽ അവർക്ക് സമയം കിട്ടുന്നു. അതുപോലെ വെള്ളം അടുത്ത് കിട്ടിയപ്പോൾ, വെള്ളം അടുത്ത് കിട്ടുന്നതാണ് ഏറ്റവും വലിയ കഥ. കാരണം ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടാണ് 2 കുടം 3 കുടം വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞിരുന്ന ഒരു ജനതയുടെ വീട്ടുമുറ്റത്ത് ടാപ്പിൽ വെള്ളം കിട്ടി തുടങ്ങിയപ്പോൾ അവരുടെ അധ്വാനശേഷി കൂടുകയും അവരുടെ വിശ്രമിക്കുവാനുള്ള സമയം കൂടുതൽ അവർക്ക് കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി റൂറൽ എക്കോണമി ഉയരുകയാണ്. ഈ റൂറൽ എക്കോണമിയുടെ ഇന്ത്യൻ ഗ്രാമങ്ങളുടെ ഉയർച്ച എന്ന് പറയുന്നതും അങ്ങനെ നിൽക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, പിന്നെ കണക്ടിവിറ്റി, റൂറൽ കണക്ടിവിറ്റി, റോഡുകളുടെ കണക്ടിവിറ്റിയും വളരെ പ്രധാനമാണ്. ഈ റോഡ്, അതുപോലെ ബാങ്കിൻ്റെ അക്കൗണ്ട് തുറന്നതും അതുപോലെ തന്നെ പിന്നെ ഈ ഡിജിറ്റൽ ഇന്ത്യയും കൂടി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഗ്രാമങ്ങളിൽ ധാരാളമായി പണം ഒഴുകുന്ന വേറൊരു എക്കോണമി, റൂറൽ എക്കോണമിയുടെ ഒരു റിവൈവ് ചെയ്യാൻ തുടങ്ങി, അതൊന്ന് മാറാൻ തുടങ്ങി. അങ്ങനെ റൂറൽ എക്കോണമി നന്നായി മാറുന്ന ഒരു ട്രെൻഡ് കാണിച്ചപ്പോഴാണ് GST കുറച്ചു കൊടുത്തത്. അപ്പോൾ GST കുറച്ചപ്പോൾ സ്വാഭാവികമായി ഒരു ഒഴുക്കെന്ന് പറയുന്നത് അർബനിൽ നിന്ന് സെമി അർബനിൽ, അർബൻ അല്ലെങ്കിൽ റൂറൽ അർബൻ കൺസെപ്റ്റിൽ നിന്ന് മാറി ഗ്രാമങ്ങളിലേക്ക് വികസനം എത്തുന്ന, ഗ്രാമങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം എത്തുന്ന, ഗ്രാമങ്ങളിലേക്ക് സൗകര്യം കൂടുതൽ എത്തുന്ന രീതിയിലേക്ക് ഒരു ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കാണാതിരുന്നുകൂടാ. ആ ഇന്ത്യയിലെ വളർച്ച GDP-യിലും പ്രതിഫലിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധരും അങ്ങനെ തന്നെ പറയും. പക്ഷേ കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധർ മോഡി വിരുദ്ധരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും പറയത്തില്ല. വിലക്കയറ്റം അങ്ങനത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. വിലക്കയറ്റം രാജ്യത്താണ്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ കുറവാണ്. ഇപ്പോൾ ലേബർ കോഡ് വന്നപ്പോൾ കുറച്ച് ആളുകൾ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ലേബർ കോഡ് ഒരുപാട് തൊഴിലാളി വിരുദ്ധമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പുറത്ത് ജനസൗഹൃദമാണ്. ഒരു വശത്തെ തൊഴിലാളി വിരുദ്ധം പറയുമ്പോൾ ജനസൗഹൃദമാണ് പല നിയമങ്ങളും ലേബർ കോഡിലെ. എന്നാൽ സമ്പൂർണ്ണമായി തൊഴിലാളി വിരുദ്ധമായ ഒരു ലേബർ കോഡ് കൊണ്ടുപോകുന്നത് ശരിയാണോ? പറ്റില്ല. കുറേ ജനങ്ങൾക്ക് ഗുണമുള്ളതും എന്നാൽ കുറേ തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതുമായ ഒരു മിഡിൽ പാത്തിലേക്ക് ലേബർ കോഡിനെ കൊണ്ടുവരേണ്ടതുണ്ട്.